ഹലോ ഗായ്സ്, ഇന്ന് പുതിയൊരു വ്ളോഗാണ്. ബിലാലിന്റെ ഒപ്പം കോഴി പിടിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. നമ്മുടെ കൂടെ കോഴി പിടിക്കാൻ റാംജി ഉണ്ട്, ബിലാലുണ്ട്. കോഴി പിടിക്കാനുള്ള സമയം അതിക്രമിച്ചതിനാൽ ഞങ്ങൾ കുറച്ച് സ്പീഡ് അധികമാണ്. അപ്പം അതിന്റെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോയിൽ കാണാം. ഫാം ഫ്രഷ് എന്ന് പറഞ്ഞ പിക്കപ്പിലാണ് ഇന്നത്തെ യാത്ര. ഇന്ന് അതിന് മാത്രം കോഴിയും കാര്യങ്ങളൊന്നുമില്ല, ഇടദിവസമായതുകൊണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് കുറച്ച് പെട്ടികളുള്ളൂ. രാത്രിയാണ് കോഴി പിടിക്കാൻ ചൂസ് ചെയ്തത്. പകലൊക്കെ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, റോഡും അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ബെറ്റർ രാത്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ കോഴി പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കീഴത്താണ് കോഴി പിടിക്കണത്. ഏകദേശം നമ്മൾ എത്താറായി. നമ്മുടെ കൂടെ ബിലാലിൻ്റെ ഭായി റാംജിയും ഉണ്ട്, കൂടെ ഞാനും. MC റോട്ടിൽ കുറച്ച് നേരം ആൾട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താന്ന് ബിലാലിനോട് ചോദിച്ചു നോക്കാം. ബിലാലെ, ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്നാ? ഈ കോഴിക്ക് സൂപ്പർവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓരോ ഫാമിലെ അംഗങ്ങളാണോ അതോ? വലിയ ടീമാണ്. വലിയ ടീമാ ഫാമിന്റെ? ആ, മാനേജർമാരും സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. ആ, കോഴി പിടിക്കാൻ വേണ്ടി വരാനുള്ള ആള് സൂപ്പർവൈസർ വരാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേണോ അതോ അവിടെ വണ്ടി കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല, വണ്ടി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് ഇറങ്ങണല്ലേ? കഷ്ടപ്പാടാണ് മൊത്തത്തില്. പിന്നെ ഇപ്പൊ തന്നെ ആള് വരും, സൂപ്പർവൈസർ വന്ന് നമുക്ക് പുറകെ പോവാം. ഓക്കെ, പുള്ളി വഴി കാട്ടി തരും ഫാമിലേക്കുള്ള. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷെഡില് ഫാം കാര്യങ്ങളൊക്കെയോ, കോഴിയും കാര്യങ്ങളൊക്കെ? കോഴി ഫാമില് നിങ്ങൾക്ക് ഫാം 2 ഉണ്ടല്ലോ, അതിൽ കോഴികൾ കാര്യങ്ങളൊന്നും ഇല്ലേ? അതോ കോഴി ഇല്ലാത്ത സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് പിടിക്കുന്നത്? അങ്ങനെയാണല്ലേ? നമ്മുടെ കോഴി ആയിട്ടില്ല, കുഞ്ഞുങ്ങളെയാണ് ഇട്ടേക്കണേ. അല്ലാത്ത പക്ഷം നമ്മള് നമ്മുടെ ഫാമിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ആശ്രയിക്കേണ്ടി വരൂലേ? തീർച്ചയായും. അങ്ങനെയൊക്കെയാണ് ബിലാലിന്റെ കാര്യങ്ങള്. നമ്മുടെ ബിലാലിന്റെ ഫാമിലെ തൊഴിലാളിയാണ് റാംജി. തൊഴിലാളി എന്ന് പറയാൻ പറ്റില്ല, ബിലാലൊക്കെ ഒരു അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. റാംജി, എന്തുണ്ട് വിശേഷം? കൈസേ? अच्छा है, अच्छा है. इधर में काम अच्छा है? काम अच्छा है, पैसा अच्छा है, मम्मी पापा इधर अच्छा है. अच्छा. റാംജി നമ്മുടെ ഒപ്പം കട്ടയ്ക്കുണ്ട്. ഈ കട്ടയ്ക്കുള്ള തൊഴിലാളികളുള്ളതുകൊണ്ടല്ലേ ബിലാലെ സംരംഭം വിജയിച്ചു പോകുന്നത്? തീർച്ചയായും. അപ്പൊ ഇതിന്റെ ഇതൊക്കെ എന്താന്ന് പറഞ്ഞേ, കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ? കഷ്ടപ്പാട് സമയത്തിന് എത്തിക്കണം, അല്ലെങ്കിൽ കോഴിക്ക് ഡാമേജ് വരും. കോഴിക്ക് രാത്രി സഞ്ചരിക്കുന്ന ചൂട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ? ചൂട് പിടിക്കാൻ എളുപ്പമുണ്ട്. ആ, ചൂട് കുറവുണ്ട്. കോഴി ചത്തൂല. അങ്ങനെ ഉച്ചയ്ക്ക് പിടിച്ചാലേക്ക് ചത്തുപോകും. അതല്ലേ? ഉച്ചയ്ക്ക് പിടിക്കാൻ പോകാറുണ്ട് ഈ ഓർഡറൊക്കെ ഉള്ള സമയത്ത്. ഓർഡർ കൂടുതലുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പിടിക്കേണ്ടി വരും. പിടിക്കേണ്ട അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അന്നേരം ഇച്ചിരി പാടാന്ന് തോന്നുന്നു. അന്നേരം നല്ല സ്പീഡിൽ പോകണല്ല. പക്ഷേ ഇതുപോലെ രാത്രി സഞ്ചരിക്കുന്ന പോലെ പകലത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല, കാരണം റോഡിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എല്ലാത്തിനും എളുപ്പം രാത്രിയാണ്. അതല്ലേ? ഈ കോഴി പിടിക്കുന്നതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, രാത്രി വെട്ടമില്ലാണ്ട് പിടിക്കില്ല, അതെങ്ങനെയാ? കോഴി ഓടൂല. അതിനു വേണ്ടിയാണോ ലൈറ്റ് ഓഫ് ചെയ്ത് കോഴി പിടിക്കണേ? അപ്പോൾ ബിലാലിന് നമുക്ക് കുറച്ച് അറിവുകളൊക്കെ കിട്ടി. ഇനി വീഡിയോയിൽ നമുക്ക് ബാക്കി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. എൻ്റെ പുറകെ ജോലി ചെയ്യണവർക്ക് 650-700 ഉള്ളൂ. അതെല്ലേ? ശമ്പളം കുറവാണല്ലേ? ഡ്രൈവർമാർക്ക് 1000 രൂപ ബാറ്റ. ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിച്ചാലും 1000 രൂപയൊക്കെ ശമ്പളം കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? വലിയ വണ്ടിക്ക് 2 രൂപയ്ക്കുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കോഴിയുടെ ആള് വന്നിട്ടുണ്ട്, സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിനെ നമ്മൾ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതേ പോകുന്ന മാരുതി 800 അപ്പൊ പുള്ളിയുടെ ബാക്കിൽ പോയി കോഴിയുടെ ഫാം എവിടെയാന്നൊക്കെ നമുക്ക് അറിയാം. ഇതാണ് ബിലാൽ നേരത്തെ പറഞ്ഞ സൂപ്പർവൈസർ. ഇവർക്ക് കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടുത്തൊരു പിക്കപ്പ് വന്നിട്ടുണ്ട്. ഇതാണോ ആദ്യം പിടിക്കുന്നത് നമുക്കറിയില്ല, നോക്കാം. ഹലോ, 12 പിടിക്കുമല്ലേ? അപ്പോൾ ഇതിന്റെ ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട്.
ഇത് നമ്മൾ ലൈറ്റ് എടുത്തിട്ടാണെങ്കിലും ചെറിയൊരു വട്ടം വേണം. കോഴി നല്ലതാണെന്ന് പറയണം. അതല്ലേ? അപ്പൊ എങ്ങനെയാ അത് ലൈറ്റ് അടിക്കുന്നത്? കൽക്ക അത് നമുക്ക് പിടിക്കാൻ പാടില്ല. പയ്യെ തട്ടിയിട്ട് ചെയ്യാൻ പിടിക്കുള്ളൂ. അതല്ലേ? ഇതിൽ പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? തെരഞ്ഞു നോക്കിയാണ് കോഴി പിടിക്കുന്നത്. ഇതില് പല വെറൈറ്റീസും ഉണ്ട്. നല്ലതും ഉണ്ടാവും, ചീത്തകളും ഉണ്ടാവും. ഇതിൽ ഓരോ കോഴികൾ ഡെഡായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കോഴികളെ എടുക്കുള്ളൂ. റാംജി ബോക്സിലേക്ക് കോഴികളെ പകർത്താൻ പോകുന്നു. പന്ത്രണ്ട് ബോക്സും നമ്മൾ ഫില്ലാക്കണം. ഇല്ലാതെ വെട്ടടിച്ചു വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഈ ഫ്ലാഷ് ലൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ആ, ഒരു ബോക്സിൽ എത്ര എണ്ണം ഉണ്ടാവും? വലിയ 10 ഏകദേശം തീരാറായി. ഇനി വെയിറ്റും കൗണ്ട് ചെയ്ത് നമുക്ക് വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് കടകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അല്ല, നമ്മുടെ ഫിനിഷായോ? ഇനി കൗണ്ട് ചെയ്ത് വെയിറ്റോടെ നോക്കി വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനുള്ളൂ അല്ലേ? ഇതായാലും ത്രാസ് ഓൺ ആക്കിയിട്ടുണ്ട് വെയിറ്റ് കൗണ്ട് ചെയ്യാൻ. ഒരു ബോക്സിൽ 10 എണ്ണം വീതമാണ്. ത്രാസ് ലെവലാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കറക്റ്റ് വെയിറ്റ് കിട്ടാൻ ഇല്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 29.2. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് അൺലോഡ് ചെയ്യുക. ഇവിടെ എത്ര ബോക്സാണ് അത് ഇവിടെ അൺലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേറൊരു ഷോപ്പോടെ ഉണ്ട് പുതുപ്പാടി. അവിടെയോടെയും അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് ആവും. ഇനി ഇവിടെ എന്താ ബിലാലെ ചെയ്യണ്ടേ? 8 ബോക്സ് കാലിയാക്കണ്ടേ? ഫുൾ ബോക്സിൽ നിന്ന് ഇതിലേക്ക് കോഴിനെ ഇറക്കി ബോക്സ് കാലിയാക്കണ്ടേ? ഇനി അടുത്ത പരിപാടി ബോക്സ് കാലിയാക്കലാണ്. നിന്റെ പണി എന്താ? നമ്മള് റാംജീനെ കുറച്ച് മലയാളമൊക്കെ പഠിപ്പിച്ചു വന്ന വഴിക്ക്. നിന്റെ പേരെന്താ? ആ, എവിടെന്നാ വന്നെ? വീട് എവിടെ? പണി എന്താ? ആ, അങ്ങനെ കുറച്ച് മലയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റാംജീനെ. അൺലോഡിങ് പ്രോസസ്സാണ്. റാംജി സൂപ്പർ ഫാസ്റ്റ് ആയേക്കാളെ വീഡിയോ എടുക്കുന്നതോടെ കണ്ടോണ്ടാന്ന് തോന്നുന്നു. പണിക്കൊക്കെ ഭയങ്കര സ്പീഡാ. അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയോടെയും ഈ കാണുന്ന ബോക്സോടെ ഇറക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജോബ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിന് വേണ്ടി വെയിറ്റും ചെയ്യുക.